ഹായ് ഫ്രണ്ട്സ്, ബിന്ദു ജിജോയുടെ ബ്ലോഗാണ്. ഞങ്ങൾ രണ്ട് ഫാമിലി ഇപ്പോൾ ബർമിംഗാം സെൻറ്റ് ജോർജ് ചർച്ചിൻ്റെ പെരുന്നാൾ പരിപാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർ മിസ്റ്റർ ജിജോ, മനോജ്, അപ്പുറത്തെ വൈഫ് സീന. ആദ്യമായിട്ട് സാരി എടുത്ത് പോവുകയാണ്. പിന്നെ വീഡിയോ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ബിന്ദു. വണക്കം. ഹായ്. പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ട് ഫാമിലിയും കൂടെ ഹെഡിങ് ടുവേർഡ്സ് റെഡിറ്റ് സെൻറ്റ് ജോസഫ് ചർച്ച്. സോ വെൽക്കം ബാക്ക് ടു കൊളാച്ചി ടോക്ക് ടു ജോയിൻ വിത്ത് us വിതൗട്ട് പെരുന്നാൾ. ഇതാ ഞങ്ങൾ റെഡിച്ചിൽ ഓൾ സെയിൻസ് ചർച്ചിലെത്തുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പെരുന്നാളാണ് കേട്ടോ. നാട്ടിൽ പെരുന്നാളൊക്കെ പോലെ നല്ല കാര്യമായിട്ട് തന്നെയാണ് പെരുന്നാൾ, മൂന്നിന്മ കുർബാനയും ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് അകത്ത് ഇവ അനുഭവിക്കുന്നവരുടെ മേലും സംബന്ധിച്ചിട്ടുള്ളവരും ഇതിൽ സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന പ്രദക്ഷിണമാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഇന്നൊരു നല്ലൊരു ദിവസം കൂടിയായിരുന്നു. അപ്പോൾ നാട്ടിലൊക്കെ നമ്മൾ എങ്ങനെ പ്രദക്ഷിണം നമ്മൾ പോകുന്നു, അതുപോലെ അല്ലെങ്കിൽ പെരുന്നാൾ എങ്ങനെ ആഘോഷിക്കുന്നു, അതിൻ്റെ എല്ലാ ഭക്തിയോടും അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഇവിടെ ഈ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുക എന്നുള്ളതാണ്. നല്ല നാടൻ മീൻ പുളിയിട്ട് വെച്ചിരിക്കാൻ പറ്റിയ നല്ല അടിപൊളി മീൻ ചട്ടിയാണ്. 20 പൗണ്ട്, 40 പൗണ്ട് 2 തരം, 40 പൗണ്ട് 3 തരം, 75 പൗണ്ട്. ആറ്റു കുറിക്കുന്നത് 75 പൗണ്ട്, 75 പൗണ്ട് 10 പരിപ്പോട്, ചൂടൻ പരിപ്പോട് 75 പൗണ്ട്, 75 പൗണ്ട് 80 പൗണ്ട്. വാശിയേറിയ മത്സരമാണ്, വാശിയേറിയ വിളിയാണ്. 90 പൗണ്ട് ഒരു തരം, 90 പൗണ്ട് 1.5 തരം, 90 പൗണ്ട് ഹാജു, 100 പൗണ്ട് ഹാജു വിളിച്ചിരിക്കുന്നു. 100 പൗണ്ട്, 100 പൗണ്ട്, 105 പൗണ്ട് വിളിച്ചിരിക്കുന്നു. 105 പൗണ്ട് 10 പരിപ്പോട, 105 പൗണ്ട്, 105 പൗണ്ട് പരിപ്പോട, 105 പൗണ്ട് 2.25 തരം, 105 പൗണ്ട് 3 തരം. എല്ലാ പെരുന്നാളിലും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ ലൈലം വിളി ഞങ്ങൾക്കൊരു മസ്റ്റാണ് കേട്ടോ. അതുപോലെ കുർബാനയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പുറത്തിറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഈ ചർച്ചിന് നേരെ ഓപ്പോസിറ്റുള്ളൊരു ഹോളുണ്ട്. ആ ഹോളിലാണ് ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വനിതാ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മളൊരു ചെറിയൊരു പെട്ടിക്കട നടത്തുന്നുണ്ട് ഇവിടെ. സോ നാട്ടിലെ പെരുന്നാളിൻ്റെ എല്ലാ തനിമയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കിനി പെട്ടിക്കട. അങ്ങനെ ഒരു സൈഡിൽ കൂടെ പെട്ടിക്കട വിൽപ്പന പൊടി പൊടിക്കുമ്പോൾ അടുത്ത സൈഡിൽ കൂടെ നമ്മുടെ ഫുഡെല്ലാം റെഡി ആയി തുടങ്ങി. വളരെ കാര്യമായിട്ടുള്ള ഫുഡാണ്. ചോറും ബീഫും എല്ലാമായിട്ട് നാടൻ തനിമയിലുള്ള ഒരു ഊണ്. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ആ മിസ് ചെയ്യുന്നതിൽ ഒരു കാര്യമാണ് നാട്ടിലെ പെരുന്നാൾ അല്ലെങ്കിൽ അമ്പലത്തിലെ ഉത്സവങ്ങൾ. ഇതെല്ലാം നമ്മൾ കൊച്ചു നാളിലെ തൊട്ട് കണ്ടും അനുഭവിച്ചും നടന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഡെഫിനറ്റ്ലി ഇവിടെ വരുമ്പോൾ മിസ് ചെയ്യും. സോ ഇവിടെ നിന്ന് നാട്ടിലെ പെരുന്നാളും അല്ലെങ്കിൽ അമ്പലത്തിലെ ഉത്സവങ്ങളും എല്ലാം കൂടാൻ വേണ്ടി മാത്രം അവധിയെടുത്ത് നാട്ടിലേക്ക് പോകുന്ന മലയാളികളെ നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ നാട്ടിൽ നമ്മൾ എങ്ങനെ പെരുന്നാൾ ആഘോഷിക്കുന്നുവോ ആ എല്ലാ ഫീലിങ്സും നമുക്ക് തന്നുകൊണ്ട് ഈ പെരുന്നാൾ ഇത്രയും ഭംഗിയായിട്ട് ഇവിടെ നടത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകിൽ ഒത്തിരി ആളുകളുടെ കഠിനാധ്വാനമുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ദൈവാനുഗ്രഹവും ഉണ്ട്.